Work is worship. Please substinate on this. People with having shift job late night, how do we organize prayer meditation practice for them? ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ വർക്ക് ഈസ് വേർഷിപ്പ് എന്ന് പറയുന്നതിനോട് സത്യമായിട്ട് എനിക്ക് യോജിപ്പില്ല. വർക്ക് മസ്റ്റ് മെയ്ഡ് വേർഷിപ്പ്. വർക്ക് വേർഷിപ്പാണെന്ന് പറഞ്ഞാൽ ശരിയല്ല, വർക്കിനെ വേർഷിപ്പ് ആക്കണം. അതിനുള്ള ഉപായമാണ് ഗീത തരുന്നത്. സ്വകർമ്മണ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവ. യത് കരോഷി യദശ്നാസി യത് ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്തേയ തത് കുരുഷ്വ മദർപ്പണം. യതഃ പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തതം സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവ തുടങ്ങി അനേക വാക്യങ്ങളിലൂടെ ഭഗവാൻ എങ്ങനെയാണ് വർക്കിനെ വേർഷിപ്പ് ആക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അല്ലാണ്ട് വർക്ക് അതേപടി വേർഷിപ്പാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ പലപ്പോഴും പലരും പറയുന്ന ഒരു അബദ്ധമാണ് വർക്ക് ഈസ് വേർഷിപ്പ്. അംഗീകരിക്കാൻ വിഷമമുണ്ട്. ജോലിയെ, തൻ്റെ കർമ്മത്തെ ഉപാസനയാക്കി മാറ്റണം. അങ്ങനെ ഉപാസനയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. ഈ കർമ്മം ഈശ്വരനുള്ള അർപ്പണമാണ്. ഈശ്വരനെ ചേർക്കുമ്പോൾ നമ്മുടെ കർമ്മ ഉപാസനയായി. ചിന്തിക്കുക. ഒരു രസകരമായൊരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ. ഒരു 5 വർഷങ്ങൾക്ക് മുമ്പാണ്, 4 വർഷങ്ങൾക്ക് മുമ്പ്, 2019 നമ്മൾ ഒരു യാത്രയിലാണ്. അമേരിക്കയിൽ വെച്ചുണ്ടായ ഒരു അനുഭവമാണ്. വലിയൊരു എയർപോർട്ടിലാണ്. സത്യസന്ധമായി പറഞ്ഞപ്പോൾ എവിടെയാണെന്ന് ഓർമ്മയില്ല, സാൻ ഫ്രാൻസിസ്കോ ആണ് അല്ലെങ്കിൽ ഹ്യൂസ്റ്റൺ ആണ്, എന്തോട്ടെ. അവിടുത്തെ TSA ഉദ്യോഗസ്ഥന്മാരായ പോലീസുകാർ, അപ്പോൾ തിരക്കില്ലാത്തൊരു സമയം, ഒട്ടും തിരക്കില്ല. അതിൽപ്പെട്ട ഒരാൾ, ഒരു ഉയർന്ന ഒരു പോലീസ് ഓഫീസറാണ്. അദ്ദേഹം ചോദിച്ചു, അല്ല അങ്ങയുടെ നെറ്റിയിൽ എന്താ എന്ന് ചോദിച്ചു. അവരോട് വിഭൂതി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ, ഭസ്മം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ പറഞ്ഞു അത് ഹോളി ആഷ് ആണെന്ന് പറഞ്ഞു. ദാറ്റ്സ് ഹോളി ആഷ്. ഒട്ടനയാൾക്ക് ചോദ്യം, ഈ ആഷ് എങ്ങനെയാണ് ഹോളി ആവുക? നല്ല ചോദ്യമാണ്. എങ്ങനെയാണ് ആഷ്, വെണ്ണീർ എങ്ങനെയാണ് ദിവ്യമാകുക? നമ്മൾ പറഞ്ഞു, വെണ്ണീറിനോട് ഈശ്വരനെ ചേർത്താൽ അത് ദിവ്യമായി. നിങ്ങളിവിടെ ജോലി ചെയ്യുന്നു, നിങ്ങളുടെ ജോലിയോട് ഈശ്വരനെ ചേർത്താൽ അത് ഉപാസനയായി. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, ആ കഴിക്കുന്ന ഭക്ഷണത്തോട് ഈശ്വരത്തെ ചേർത്താൽ അത് നൈവേദ്യമായി. 2 ചാട്ടം ഫാൻറ്റാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് ചാടി. എനിക്ക് കുറേ സമയമുണ്ട് അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ട ഫ്ലൈറ്റിന് കുറേ സമയമുണ്ട്. ഞാനൊന്നും ആലോചിച്ചിട്ടില്ല, ഒരു സ്ഥലത്ത് പോയിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഡ്യൂട്ടി മാറി. ഇദ്ദേഹം, സ്വാമിക്ക് സമയമുണ്ടോ, കുറച്ചു നേരം സംസാരിക്കാൻ? ഉണ്ടല്ലോ. ഞാൻ വിചാരിച്ച അയാൾ ഇരിക്കാൻ പോവാന്ന്, അയാൾ ഓടിപ്പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ 10-14 പേര് കയറണം. അവിടെ വെച്ചൊരു സത്സംഗം. നോക്കണേ, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടും? നിങ്ങൾ കാര്യം ചെയ്യൂ, നിങ്ങൾ വേദാന്ത ഗ്രന്ഥങ്ങൾ പഠിക്കൂ. അവർ പറഞ്ഞ അനുസരിച്ച് ചിലതൊക്കെ പറഞ്ഞു കൊടുത്തു. അവരോട് പറഞ്ഞു, ഇവിടെ ഒരു കാര്യം ചെയ്യാം, നിങ്ങളൊരാഴ്ച സമയം എടുക്കൂ. എന്നിട്ട് ഇവിടെ അടുത്ത് തന്നെ പരംപൂജ്യ ദയാനന്ദ സരസ്വതി സ്വാമികളുടെ ആശ്രമമുണ്ട് സെയിലസ്ബർഗിൽ. നിങ്ങൾ അവിടെ പോയിക്കോളൂ. അവിടെ എന്തായാലും ഒരു സ്വാമി ആരെങ്കിലും ആളുണ്ടാവും. അവിടുന്ന് കേൾക്കൂ, കുറച്ചവിടെ താമസിക്കുക. ഒന്നും കേട്ടില്ല, അവിടെ പോയി താമസിക്കുക, ആ ഒരു അന്തരീക്ഷത്തിൽ കഴിയുക. ചെയ്യൂ. എല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് എന്തെന്നില്ലാത്തൊരു ആനന്ദഭാവം. കാരണം നമ്മൾ ജോലി, പലരും പറയും വർക്ക് ഈസ് വേർഷിപ്പ്, തെറ്റാണ്.
വർക്കിനെ, തൊഴിലിനെ വേർഷിപ്പാക്കി മാറ്റണം. അത് ഈശ്വരാർപ്പണമാണെന്ന ഭാവന അതിൽ വരുമ്പോൾ മാത്രമേ ആവുള്ളൂ. അല്ലാണ്ട് അവനെയും പ്രാഗി ഇവനെയും പ്രാഗി 5 മണി വരെ ഒപ്പിക്കണമല്ലോ എന്നും ചിന്തിച്ച്, അഥവാ കിട്ടുന്ന ശമ്പളത്തെക്കുറിച്ച് മാത്രം ഓർമ്മിച്ച് ജോലി ചെയ്താൽ എങ്ങനെയാ വേർഷിപ്പാവുക? അത് സംഘർഷമല്ലേ നമുക്ക് തരുന്നത്? അതിനെ ആനന്ദഭരിതമാക്കി തീർക്കല്ലേ അതിനെ വേർഷിപ്പാക്കി മാറ്റുമ്പോൾ. ചിന്തിക്കുക, നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുകയാണോ, നമ്മൾ അടിച്ചു വാരുകയാണോ, നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിൽ അതിനെയൊക്കെ നമുക്ക് ഉപാസനയാക്കി മാറ്റാം. ഇതിലൂടെ ഞാൻ ഭഗവാനെ പൂജിക്കുകയാണ്. അതാണ് യത് കരോഷി, നീ എന്ത് ചെയ്യുന്നുവോ, യത് അശ്നാസി, നീ എന്ത് ഭക്ഷിക്കുന്നുവോ, യത് ജുഹോഷി, നീ എന്ത് ഹോമിക്കുന്നുവോ, ദദാസിയത്, നീ എന്ത് ദാനം ചെയ്യുന്നുവോ, യത് തപസ്യസി, നീ എന്ത് തപസ്സനുഷ്ഠിക്കുന്നുവോ, ഹേ കൗന്തേയ, അല്ലയോ കുന്തിപുത്ര, നമ്മൾ ഓരോരുത്തരോടുക, തത് കുരുഷ മതർപ്പണം, അത് എന്നിൽ അർപ്പിച്ച് ചെയ്യൂ. അപ്പം എൻ്റെ കർമ്മം ഈശ്വരൻ അർപ്പിച്ചാൽ ഞാൻ ചെയ്യണമെന്ന ഭാവന നമുക്ക് വന്നാൽ അത് ഉപാസനയായി. അപ്പോൾ വർക്ക് ഈസ് മെയ്ഡ് വേർഷിപ്പ് എന്ന് പറയാം. അപ്പോൾ അവിടെ ഒരു ചോദ്യം, അതെങ്ങനെയാ അത് ഞാൻ ചെയ്യുന്ന കർമ്മം ഈശ്വരൻ അർപ്പിക്കുക? വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. എങ്ങനെയാ ഭാവന നമുക്ക് കൈവരും? ഈ പ്രപഞ്ചം ഒന്ന് നിരീക്ഷിച്ചാൽ മതി. ഇവിടെ ഒരു സൂത്രമുണ്ട് നാരദീയ ഭക്തി സൂത്രങ്ങളിൽ. എങ്ങനെയാണ് ഭക്തി ഉണ്ടാവുന്നത് എന്നത് ചർച്ച ചെയ്യുന്ന സമയത്ത് തസ്യാഹ ജ്ഞാനമേവ സാധനം ഇത്യേകേ, ഭക്തി ഉണ്ടാവുന്നതിന് ജ്ഞാനമാണ് സാധനം എന്ന് ചില വിദ്വാൻമാർ പറയുന്നു. നാരദൻ അത് സമുദ്ധരിക്കണമെങ്കിൽ തനിക്കും അത് സമ്മതമായിരിക്കണം. അപ്പം ജ്ഞാനത്തിൽ നിന്നാണ് ഭക്തി ഉണ്ടാവുന്നത്. ഏത് ജ്ഞാനം? ആത്യന്തികമായ ആത്മജ്ഞാനം എന്നൊന്നും അർത്ഥത്തേക്കരുത്. ഈ പ്രപഞ്ച പാരസ്പര്യ ജ്ഞാനം. അണുകണം മുതൽ അനന്തകോടി ബ്രഹ്മാണ്ടം വരെ സകലവും ഒരു വ്യവസ്ഥയ്ക്കനുസൃതമായിട്ടാണ് ഇവിടെ ചരിക്കുന്നത്. എല്ലാം നിയമത്തിന് വിധേയമാണ്. ഈ നിയമത്തെ അനാവരണം ചെയ്യാനാണ് ശാസ്ത്രം ശ്രമിക്കുന്നത്. അതിനെ ഫിസിക്സ് എന്നോ കെമിസ്ട്രി എന്നൊന്നും വേർതിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാം ഒരു വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടാണ്. ആ തിരിച്ചറിവ് വരുമ്പോഴാണ് ധർമ്മസ്യ പ്രഭു അച്യുതഃ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈശ്വരനാണ് ധർമ്മത്തിൻ്റെ പ്രഭു. കാരണം ധർമ്മം ഈ പ്രപഞ്ച വ്യവസ്ഥയാണ്. അപ്പം അവിടുന്നാണ് ഇതിൻ്റെ പ്രഭു, അവിടുന്നാണ് ഇതെല്ലാം നിയമനം ചെയ്യുന്നത്. എൻ്റെ അല്പബുദ്ധി കൊണ്ട് ഇത് ഞാനതങ്ങ് വിചാരിച്ചു പോയിട്ടുവോ? ഇതാ ഭഗവാനെ, അവിടുത്തെ കർമ്മം അവിടുത്തേക്ക്. ഈ തിരിച്ചറിവിൽ നിന്നാണ് സമർപ്പണ ഭാവം വരുന്നത്. ആ സമർപ്പണ ഭാവം കൈവന്നാൽ കർമ്മം ഉപാസനയായി.